ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസിന്റെ പുതിയ പരിഷ്കാരങ്ങൾ പുറത്തുവന്നു. ഇതനുസരിച്ച് ജൂൺ 1 മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് RTOയെ ആശ്രയിക്കേണ്ടതില്ല. അംഗീകൃത പ്രൈവറ്റ് ഡ്രൈവിംഗ് സ്കൂളിൽ നിന്നും ലൈസൻസ് എടുക്കാൻ കഴിയും. ഗവൺമെന്റ് അംഗീകാരമുള്ള പ്രൈവറ്റ് ഡ്രൈവിംഗ് സ്കൂളിന് ടെസ്റ്റ് നടത്താനുള്ള അനുമതിയും ലഭിക്കും. ലൈറ്റ് വാഹനങ്ങൾക്ക് 29 മണിക്കൂർ ട്രെയിനിങ്ങും ഹെവി വാഹനങ്ങൾക്ക് 38 മണിക്കൂർ ട്രെയിനിങ്ങും നൽകണമെന്നാണ് നിർദ്ദേശം. ഇനി ഇതിന്റെ വിശദാംശങ്ങൾ എന്താണെന്ന് നോക്കാം. പുതുതായി ലൈസൻസ് എടുക്കുന്നവർക്ക് ഇതൊരു ആശ്വാസ വാർത്തയാണ്. ദി മിനിസ്ട്രി ഓഫ് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് ആണ് പുതിയ നിയമം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതനുസരിച്ച് RTOയിൽ ഇനി മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ടാകില്ല. അപേക്ഷകന് ഗവൺമെന്റ് അംഗീകരിച്ച പ്രൈവറ്റ് ഡ്രൈവിംഗ് സെന്ററിൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഹാജരാകാവുന്നതാണ്. മുന്നത്തെ പോലെ RTOയിൽ പോയി ക്യൂ നിൽക്കേണ്ട ആവശ്യം വരുന്നില്ലെന്ന് ചുരുക്കം. അംഗീകൃത ഡ്രൈവിംഗ് സ്കൂളിന് ഗവൺമെന്റ് ടെസ്റ്റ് നടത്താനുള്ള സർട്ടിഫിക്കറ്റ് നൽകും. ഇവർ ടെസ്റ്റ് നടത്തി യോഗ്യത തെളിയിക്കുന്നവർക്ക് ലൈസൻസ് നൽകും. പുതിയ ലൈസൻസിനുള്ള ഡോക്യുമെന്റേഷനും ലളിതമാക്കിയിട്ടുണ്ട്. ഇതനുസരിച്ച് 4 വീലറിനും 2 വീലറിനും വേറെ വേറെ ഡോക്യുമെന്റുകളാണ്. വേണ്ട രേഖകളെക്കുറിച്ച് അധികാരികൾ അപേക്ഷകന് മുൻകൂട്ടി വിവരങ്ങൾ നൽകും. RTOയിൽ നടക്കുന്ന ശാരീരിക പരിശോധനകളും മറ്റും ഇതിലൂടെ കുറയ്ക്കാനാകും. ഡ്രൈവർ ലൈസൻസിനുള്ള അപേക്ഷാ ഫോം പഴയതുപോലെ തന്നെയായിരിക്കും. മിനിസ്ട്രി ഓഫ് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസിൽ കയറി അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. നേരിട്ട് RTOകളിലും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഫൈനുകളും മാറ്റിയിട്ടുണ്ട്. അതിവേഗതയിൽ വണ്ടി ഓടിക്കുന്നതിന് 1000 മുതൽ 2000 വരെ ഫൈൻ നൽകേണ്ടതായി വരും. പ്രായപൂർത്തിയാകാത്തവർ വണ്ടി ഓടിക്കുന്നത് കണ്ട് പിടിക്കപ്പെട്ടാൽ 25,000 രൂപ വരെ പിഴയടയ്ക്കേണ്ടതായി വരും. അതുപോലെ വാഹന ഉടമയുടെ രജിസ്ട്രേഷനും ക്യാൻസൽ ചെയ്യും. 25 വയസ്സാകുന്നതുവരെ ഈ മൈനറിന് ലൈസൻസും നൽകുകയില്ല. അന്തരീക്ഷ മലിനീകരണം ഒഴിവാക്കാനായി പഴയ 9 ലക്ഷത്തോളം ഗവൺമെന്റ് വാഹനങ്ങൾ നിരോധിക്കും. പുകപരിശോധന നിയമങ്ങളും കർശനമാക്കും. ലൈസൻസ് ഫീസും മാറ്റിയിട്ടുണ്ട്. ലൈസൻസ് നൽകുന്ന പ്രൈവറ്റ് ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങുന്നവരും ചില വ്യവസ്ഥകൾ പാലിക്കേണ്ടതുണ്ട്. ലൈറ്റ് വെയ്റ്റ് മോട്ടോർ വാഹന ട്രെയിനിങ് നൽകുന്നവർക്ക് 1 ഏക്കർ ഭൂമി ഉണ്ടാകണം. ഹെവി വാഹനങ്ങളുടെ ട്രെയിനിങ് ആണെങ്കിൽ 2 ഏക്കർ. ട്രെയിനർമാർക്ക് ഒരു ഹൈസ്കൂൾ ഡിപ്ലോമ ഉണ്ടാവണം. അതുപോലെ 5 വർഷത്തിൽ കുറയാതെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസും ഉണ്ടാകണം. ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾക്ക് 4 ആഴ്ചയിൽ 29 മണിക്കൂർ ട്രെയിനിങ് ആണ് നൽകേണ്ടത്. ഇതിൽ 8 മണിക്കൂർ തിയറി ക്ലാസും 21 മണിക്കൂർ പ്രാക്ടിക്കലുമാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഹെവി വാഹനങ്ങൾക്ക് 6 ആഴ്ച നീളുന്ന 38 മണിക്കൂർ ക്ലാസ്സാണ് നൽകേണ്ടത്. ഇതിൽ 8 മണിക്കൂർ തിയറിയും 31 മണിക്കൂർ പ്രാക്ടിക്കലുമാണ് തീരുമാനിച്ചിരിക്കുന്നത്. എടുക്കുന്ന അന്ന് മുതൽ 20 വർഷമാണ് ലൈസൻസിന്റെ കാലാവധി. 40 വയസ്സ് കഴിഞ്ഞാൽ ലൈസൻസിനെ അപ്ഡേറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്.